ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ആണ് കാണുന്നത് അല്ലേ. കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബിസി ആയിരുന്നു ഗൈസ്. കാരണം യൂണിവേഴ്സിറ്റിയിൽ എന്നും ക്ലാസ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ക്ലാസ്സും പിന്നെ ജോബിന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോബും കയറിയിട്ടുണ്ടായിരുന്നു എന്നല്ല, ജോബിന് കയറി അപ്പോൾ ക്ലാസ്സും ജോബും എല്ലാം കൂടി ഭയങ്കര കംപ്ലീറ്റ്ലി ഒരു മസ്റ്റപ്പ്, പിന്നെ ഭയങ്കര ഒരു ബിസി ആയിട്ടായിരുന്നു ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് വീഡിയോസോ ഡാൻസ് എടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല. കാരണം ഞങ്ങൾക്ക് ക്ലാസ് തന്നെ 6 PM വരെയൊക്കെ ഉണ്ട്. പിന്നെ വർക്ക്, അപ്പോൾ അതൊക്കെ വന്നിട്ട് വരുമ്പം നമുക്ക് വേറെ കുക്ക് ചെയ്യുക, കഴിക്കുക, കിടക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ എടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ കൂടെ ക്ലാസ്സിനുള്ള ഞങ്ങളുടെ ക്ലാസ്മേറ്റിൻ്റെ വീട്ടിൽ ഞങ്ങളെ വിളിച്ചു. വീടെന്ന് പറയുമ്പോൾ ആൾ ഫാമിലി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കസാക്കിസ്ഥാനിലാണ് ആളുടെ ഹോം കൺട്രി. അപ്പോൾ ആളിവിടെ വന്ന് ഫാമിലി ആയിട്ടാണ് പഠിക്കാൻ വന്നത്. അപ്പോൾ ആൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു വീട്ടിലോട്ടേക്ക്. നമ്മളെ മാത്രമല്ല, ഞങ്ങളെപ്പോലെ കുറച്ച് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഞങ്ങൾ 2 പേരാണ് ആ ക്ലാസ്സിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഞങ്ങളുണ്ട്, പിന്നെ ഇന്തോനേഷ്യയിൽ നിന്നുണ്ട് ഒരാളുണ്ട്, പിന്നെ ഗാനയിൽ നിന്നും ഉഗാണ്ടയിൽ നിന്നും അങ്ങനെ 2 പേരുണ്ട്, പിന്നെ ബംഗ്ലാദേശിലെ ഒരു കുട്ടിയുണ്ട്, പിന്നെ ആരുണ്ട്, പിന്നെ വേറെ ആരെയൊക്കെ വിളിച്ച് ടോട്ടൽ ഒരു 10 or 11 സംതിങ് ഉണ്ട്. അപ്പോൾ ഇന്ന് ആളുടെ വീട്ടിൽ പോവാണ് നമ്മൾ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് വീഡിയോ എടുക്കാമെന്ന്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, വീഡിയോ ഒന്നും എടുക്കുന്നില്ലേ, കുറേ നാളായല്ലോ, ഡാൻസ് ഒന്നും ഇടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ആളും കൂടിയിട്ടാണ്. അപ്പം ഞാൻ ഒരു മിനിറ്റ് അപ്പം എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല രസമായിരിക്കും. കാരണം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, കുക്ക് ചെയ്യുന്ന ഒരു ഡിഷ്, മീൻസ് നമ്മുടെ ടൂണ കുക്ക് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ആൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു ഇത് എന്താണ് എന്നൊക്കെ തിരക്കി. പിന്നെ ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ കുക്ക് ചെയ്യും. ബിരിയാണിയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അതെ, ബിരിയാണി കുക്ക് ചെയ്യും. അപ്പോൾ സാധനങ്ങളെല്ലാം ഐബക്ക് എന്നാണ് പേര്. അപ്പോൾ ഐബക്ക് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോവുക, കുക്ക് ചെയ്യുക, കഴിക്കുക, വരിക. അപ്പോൾ അതാണ് ഒരു ഡിന്നർ, എല്ലാവരും കൂടി ഒരു ഡിന്നർ ആണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെന്താ, തന്നെയാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം എല്ലാവരും കൂടി കൂടുന്നുണ്ട്. പിന്നെ അവരൊക്കെ അധികം സ്പൈസസ് ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. നമുക്ക് ഭയങ്കര സ്പൈസസ് ആണല്ലോ നമ്മുടെ ഒരു ഇത്. അപ്പോൾ എങ്ങനെ ആവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിനി ഇറങ്ങണം. കാരണം ഇവിടെ കുറച്ച് നേരത്തെ ഇറങ്ങണം. കാരണം ഇവിടെ ഇപ്പോൾ ഒരു 4 ഇപ്പം തന്നെ ഏകദേശം ഇരുട്ടാറായി. 4 PM ഒക്കെ ആകുമ്പോൾ ഇരുട്ടും. അപ്പോൾ അതിന് മുന്നേ ഇറങ്ങണം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇവിടുത്തെ പൂച്ച. ഗൈസ്, അങ്ങനെ നമ്മൾ ഇറങ്ങി ഐബക്കിൻ്റെ വീട്ടിലോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഞാനും നീനും. വിദ്യയുണ്ട്. വിദ്യ അവളുടെ റൂമിൽ നിന്ന് അവൾ നേരെ അങ്ങോട്ടേക്ക് വരും. ഓക്കെ, നമ്മൾ നടക്കുന്നു ഗൈസ്. ഇവിടെ ഇപ്പോൾ 4 മണിയാകുമ്പോൾ ഇരുട്ടുമല്ലോ, അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഇരുട്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. ഗൈസ്, ഇതാ നമ്മുടെ ലേക്ക്. നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്ന ഒരു ഷോർട്ട് കട്ട് വേ ആണ്, ഇതുവഴിയാണ് പോണത്. അപ്പോൾ അവിടെ ഉള്ളൊരു കുഞ്ഞു ലേക്കാണ്. അയ്യോ, ഓക്കെ. അയ്യോ, നീ ഒറ്റയ്ക്ക് ഈ കാടി കൂടെ പോണെന്ന് പറയും.
അങ്ങനെ ഞങ്ങൾ നടന്ന് യൂണിവേഴ്സിറ്റിയിലെത്തി. അവിടെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷനിലാണ് ഐബക്കും ഫാമിലിയായിട്ട് സ്റ്റേ ചെയ്യുന്നത്. ചെന്ന് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. കാരണം റൈസും ചിക്കൻ കറിയുമാണ് വെക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും. എനിക്കും ചിരി വന്നു. ഇല്ല ഇല്ല അങ്ങനെ ഒരു 3 hours എടുത്തു ഞങ്ങളുടെ കുക്കിംഗ് എല്ലാം കഴിയാനായിട്ട്. അടുത്ത് ഉണ്ടാക്കിയത് ഞാനാണ് അവിടെ taking video. Daniel. Document what I. Charmaya. So guys, like to photo. Yes. Wow. I told it. Sophie. Jana. Like this one. Yeah. You are not in the frame. But there is a specific term for Okay. taking picture together. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മലയാളം വേർഡ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. I will say Kandathil Santosh Sham. Nice to meet you. Try my language. Yeah, first he completed that. Mumpotu Poku. Move forward. Next stop will be I will south Adutta stop. Adutta stop. Yeah. Next stop Adutta stop. Next stop. Next stop. Yeah. Then you try in Kazakh. Panis Bagatta Janai, no? Yeah. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. കിഡ്സിൻ്റെ കൂടെ ഞങ്ങൾ വളരെ നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. ശരിക്കും ഞങ്ങൾ നല്ല ഹാപ്പിയായി ഗൈസ്. ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ആയിട്ടുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ ഷെയർ ചെയ്യുന്നു. അതൊക്കെ ശരിക്കും ലൈക്ക് UK വന്നിട്ട് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ഡിന്നർ നൈറ്റായിരുന്നു ഇത്. അയ്യോ You spent 2 hours in the kitchen. She's telling like, can you please repeat that? I didn't record. That's Yeah, I repeat. Big thanks for thank you. and also for Srishti. You also help the girls. Yeah. Thank you. Bravo. Yes. We will repeat it with another culture. Yeah. Especially in Kazakh. Yeah, it's our ball in our side, and we do some Kazakh traditional food and invite you. Let's check the dates. I will share the dates. Yeah, we'll definitely repeat it. Yeah. What about us, Jeremiah? next German. Next German turn. You can design. അങ്ങനെ ഞങ്ങൾ ഗുഡ് നൈറ്റ് ബായ് പറഞ്ഞു ഇറങ്ങി.
ഞങ്ങളുടെ റൂമിലോട്ടേക്ക് പോവാണ്. ബസ്സൊന്നും ഇല്ല, അപ്പോൾ ഞങ്ങൾക്ക് നടന്നു പോകാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്നു പോവാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡിന്നറൊക്കെ ഇവിടെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവാണ്. വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. സോറി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡിന്നറൊക്കെ നന്നായിരുന്നു, ഒക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ തിരിച്ച് റൂമിലോട്ടേക്ക് പോവാണ് ഗൈസ്. വിദ്യയും ഉണ്ട് നമ്മുടെ കൂടെ. തിരിഞ്ഞു നോക്കത്തില്ല, ഭയങ്കര ബിസി. അങ്ങനെ അവർക്ക് നമ്മുടെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. സ്പൈസസ് ഒക്കെ കറക്റ്റായിരുന്നു, അവർക്ക് ഓക്കെ ആയിരുന്നു അത്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞങ്ങളിനി ഇപ്പോൾ ഇവിടെ 10:30 ഗൈസ്. 10:30ക്ക് ഞങ്ങൾ തിരിച്ച് നടന്ന് നമ്മുടെ വീട്ടിലോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ഷെയർ ചെയ്യുക. ബൈ ബൈ. ബൈ. ഓക്കെ, ബൈ. See you പറ. ബൈ. അങ്ങനെ നമ്മൾ ഈ റോഡ് നേരെയാണ് വിദ്യക്ക് പോവേണ്ടത്. ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു ഗൈസ്.